ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് വിളിച്ചാൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വാശിയൊരു വോട്ടിംഗ് വരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ വന്നിരിക്കുന്ന 6 മത്സരാർത്ഥികളാണ്. ഈ 6 പേരിൽ നിന്ന് ഒരാളാകും ഇത്തവണ പുറത്താകുന്നത്. അതെന്തായാലും നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ വോട്ടിങ്ങിൽ. അതിനുശേഷം വെള്ളിയാഴ്ച നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കും. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സന്ദർശിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്പിൽ കയറി മാത്രം വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് ആ വോട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം പരിമണിക്കുള്ള കൃത്യമായ വോട്ട് വിവരങ്ങൾ അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് നൂറ തിരിച്ചു പിടിച്ചെടുത്തിരിക്കുകയാണ്. ഷാനവാസിൻ്റെ കയ്യിൽ നിന്നാണ് നൂറ 1ാം പൊസിഷൻ തട്ടി എടുത്തിരിക്കുന്നത്. 32,409 എന്ന നല്ലൊരു വോട്ട് നേടിയാണ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് 1ാം പൊസിഷൻ തിരിച്ചു പിടിച്ചത്. 2ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസിന് ചെറിയ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ച് പിന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് തൻ്റെ 1ാം പൊസിഷൻ നഷ്ടപ്പെട്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നൂറമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 32,390 വോട്ടോട് കൂടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആര്യനാണ് തുടരുന്നത്. ആര്യനും ചെറിയ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ 3ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടെ ഷാനവാസുമായിട്ട് ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 32,125 വോട്ടോട് കൂടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ അക്ബറാണ് തുടരുന്നത്. അക്ബറും ഒരു പൊസിഷൻ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഒരു സേഫ് സോണിൽ തന്നെയാണ് തുടരുന്നത്. 32,100 വോട്ട് നേടിയാണ് അക്ബർ 4ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെയാണ് തുടരുന്നത്. വേദലക്ഷ്മി ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി വോട്ടിംഗ് അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ 29,807 വോട്ട് നേടി 5ാം പൊസിഷനാണ് നിലകൊള്ളുന്നത്. 6ാം പൊസിഷനിൽ നെവിൻ തന്നെയാണ് തുടരുന്നത്. നെവിന് കാര്യമായൊരു മുന്നേറ്റം ഇന്ന് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ കൂടെ വേദലക്ഷ്മി അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 29,707 വോട്ട് നേടി 6ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ്